ഇന്ന് അതായത് 2025 ജൂൺ 12-ന് അഹമ്മദാബാദിൽ ഒരു വലിയ വിമാന അപകടമുണ്ടായി. അതിന്റെ പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. അപകടം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗ്യാറ്റ്വിക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനം AI-171 ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ തകരുകയായിരുന്നു. സ്ഥലം അഹമ്മദാബാദിലെ മേഘാനി നഗറിലെ ഒരു ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലേക്കാണ് വിമാനത്തിന്റെ മുൻഭാഗം തകർന്നു വീണത്. യാത്രക്കാർ വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ ആകെ 242 പേരുണ്ടായിരുന്നു. ഇതിൽ 169 പേർ ഇന്ത്യക്കാരും 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരും 7 പേർ പോർച്ചുഗീസുകാരും ഒരാൾ കനേഡിയനുമായിരുന്നു. മരണം ഈ അപകടത്തിൽ ഏകദേശം 241 പേർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രധാന വ്യക്തികൾ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അപകടത്തിൽ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. രക്ഷാപ്രവർത്തനം അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 6 NDRF ടീമുകൾ, അഗ്നിശമന സേന, ആംബുലൻസുകൾ, പോലീസ് യൂണിറ്റുകൾ എന്നിവ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. അപകടസ്ഥലത്ത് കനത്ത പുകയും തീയും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അപകടത്തെ തുടർന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. പിന്നീട് പരിമിതമായ വിമാന സർവീസുകളോടെ വിമാനത്താവളം വീണ്ടും തുറന്നു. യാത്രക്കാർക്ക് അവരുടെ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് പ്രത്യാഘാതങ്ങൾ ഈ അപകടത്തെ തുടർന്ന് ബോയിംഗ് ഓഹരി വിലയിൽ 7.5% ഇടിവുണ്ടായി. ടാറ്റ ഗ്രൂപ്പ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവുകൾ വഹിക്കുമെന്നും അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു. അപകടകാരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്.